കുട്ടി പട്ടാള ഒരു ഹായ് പറയൂ. ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഐറാസ് വേൾഡ്. അപ്പോൾ ഞങ്ങളിപ്പോൾ മസ്ഫൂർ സിംഗ് ഹാളിലേക്ക് പോവാണ്. ഈ ഒട്ടകത്തിലൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വെറുതെ ഇവിടെ ഇറങ്ങിയതാണ്. പിന്നെ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി നിൽക്കുക. എന്നാലേ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കൂടി കിട്ടുള്ളൂ. എന്നാൽ നമുക്ക് അവിടുന്ന് കാണാം. ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ ഇന്നൊരു കുട്ടി പട്ടാളത്തിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പം നമ്മൾ യാത്ര തുടങ്ങാണ്. സെൽവാർ റോഡിൽ ഏകദേശം ഒരു 30 കിലോമീറ്റർ ഓടിയതിനു ശേഷം എക്സിറ്റ് നമ്പർ 35 എടുത്ത് ഉംഗോളിന മെക്കൈൻസ് എക്സിറ്റ് എടുത്ത് ഏകദേശം 7 കിലോമീറ്റർ വീണ്ടും ഓടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഓഫ് റോഡാണ്. അപ്പോൾ ചെറിയ വണ്ടികൾക്കും പോകാം, പക്ഷെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മണലൊന്നുമില്ല, പക്ഷെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് പോവുകയാണെങ്കിൽ ചെറിയ വണ്ടികൾക്കും പോകാം. 4 വീൽ ഡ്രൈവ് ആണ് റെക്കമെൻഡഡ്. അപ്പോൾ നമ്മളവിടെ എത്തി. അപ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ട് മാത്രമേ പോകാവൂ. അതല്ലാന്നുണ്ടെങ്കിൽ റോഡ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മളവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഒരുപാട് വണ്ടികളും ഫാമിലികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഏതായാലും നമ്മളവിടെ നിന്ന് ഇറങ്ങി നോക്കട്ടെ. ഏകദേശം 3.25 മുതൽ 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മിഡ് പ്ലിസ്റ്റോസീൻ കാലഘട്ടത്തിൽ രൂപീകൃതമായിട്ടുള്ളതാണ് ഈ സിങ്ക് ഹോൾ എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ചരിത്രകാരന്മാർ പറയുന്നത്. ഇറങ്ങണില്ല? ആ അവളില്ല, നേഹല്ല, നേഹ അവിടെ നിന്നോട്ടെ. അതിലേക്ക് ഇറങ്ങുമ്പോൾ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പാറകളും മണലും പിന്നെ താഴെക്കെത്തുന്നോളം തണുപ്പ് കൂടുന്ന ഒരു കാലാവസ്ഥയുമാണ് അതിൻ്റെ അകത്തുള്ളത്. വെള്ളമൊന്നും ഒരു തുള്ളി പോലും അതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അറൗണ്ട് 325 അടിയോളം താഴ്ച ഉണ്ട് ഇതിലേക്ക്. 40 അടിയോളം ചുറ്റളവിലാണ് അതിൻ്റെ ഓപ്പണിങ് കിടക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങുന്നതും തിരിച്ച് കയറുക എന്നുള്ളതും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. കാരണം ലൂസായി കിടക്കുന്ന മണലും അതുപോലെ ഇളകി കിടക്കുന്ന കല്ലുകളൊക്കെ ഉള്ളത് കാരണം കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് കയറി ഇറങ്ങാൻ കഴിയുന്നത്. ഇതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കുഴി കുത്തിയിട്ടാലും പോലും ഒരു 2 ദിവസം കഴിയുമ്പോൾ ഡെസേർട്ടിൽ പോയിട്ടൊരു കുഴി കുത്തിയിട്ട് 2 ദിവസം കഴിയുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അതൊരു കാറ്റടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് നിറഞ്ഞു പോകുന്നുള്ളതാണ്. ഇതിപ്പോൾ 3.5 ലക്ഷം വർഷങ്ങളായിട്ട് പോലും ഇത് ഇപ്പോഴും ഈ ഹോളിൽ ഒരു മണൽ അടിഞ്ഞുകൊണ്ട് നിറഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്.
അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും അടിയിലെ 325 അടി താഴ്ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കൂടെ കുറേ ആൾക്കാർ ജനറേറ്റർ അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് താഴേക്ക് വരുന്നുണ്ടായിരുന്നു. കൂടുതൽ അറബികളായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അവർ വല്ല ബാർബിക്യൂ ഉണ്ടാക്കാൻ പോകണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠമാണ്. കാരണം അവർ ഇവിടുത്തെ ഒരു സന്നദ്ധ പ്രവർത്തകരാണ്, സന്നദ്ധ സംഘടനയിലെ മെമ്പർമാരായിട്ടുള്ള ആളുകളാണ്. എന്താ അവർ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലത്തെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ നമ്മളെപ്പോലത്തെ ആൾക്കാർ ചെന്ന് ഇതുപോലെ കപാറകൾക്ക് മേലും മറ്റൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് അവർ ജനറേറ്ററൊക്കെ കൊടുന്ന് ഗ്രൈൻഡിങ് മെഷീനൊക്കെ കൊടുത്തിട്ട് അവർ ഗ്രൈൻഡ് ചെയ്ത് അതെല്ലാം വൃത്തിയാക്കിയിടാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലും നമ്മളെ ഭാഗത്തുനിന്ന് ഇതുപോലത്തെ മിസ്റ്റേക്കുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഇതിനോട് ആമുഖമായിട്ട് ഒരു ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ മുസ്ഫൂർ സിംഗ് ഹോളിൻ്റെ താഴെ വരെ പോയി അഡ്വഞ്ചറസ് ആയിട്ട് താഴെ ഇറങ്ങി തിരിച്ച് കയറി. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.